സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യത. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. ഞായറാഴ്ച മുതൽ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് വിജിത്ത് ആൻഡ് ക്രിസ്റ്റീന. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പില്ല എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതിതീവ്ര മഴയും അതുപോലെ തന്നെ തീവ്ര മഴയ്ക്കുമുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായി. എന്നാൽ ഇനിയുള്ള 2 ദിവസം അതിശക്തമായിട്ടുള്ള ഒറ്റപ്പെട്ട മഴയെ ഉണ്ടാവുകയുള്ളൂ. തുടർച്ചയായിട്ടുള്ള മഴ ഉണ്ടാകില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് 2 ഇടങ്ങളിൽ, പ്രധാനമായും മലയോര മേഖലയിലും അതുപോലെ തന്നെ തീരമേഖലയിലും ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. മലയിടിയാനും അതുപോലെ തന്നെ പാറക്കൂട്ടങ്ങളും മരങ്ങളുമൊക്കെ ഇടിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പമാണ് ശക്തമായിട്ടുള്ള തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. ഉയർന്ന തിരമാല വരുമ്പോൾ സ്വാഭാവികമായും ഈ തീരമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ബീച്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളൊക്കെ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷം മഴ ശക്തിപ്പെടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഞായറാഴ്ചയ്ക്ക് ശേഷം മഴ ശക്തിപ്പെടും എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത്. റിജിത്ത്, ക്രിസ്റ്റീന. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇന്ന് ഒരു ജില്ലകൾക്കും പ്രത്യേക മഴ മുന്നറിയിപ്പ് എന്ന നിലയിൽ നൽകിയിട്ടില്ല.